ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഭരണങ്ങാനം പള്ളിയിലാണ് കേട്ടോ. 5 മണിയുടെ കുർബാന കാണാൻ വന്നായിരുന്നു. കുർബാനയെല്ലാം കഴിഞ്ഞു. ഇതുകൊണ്ട് സൂര്യനൊക്കെ എങ്ങനെ അസ്തമിക്കാറായി. അപ്പോൾ ആ സായാഹ്നം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഭരണങ്ങാനം പള്ളി പ്രസിദ്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ അൽഫോൻസാമയുടെ കബറിടവും അൽഫോൻസാമ കന്യാസ്ത്രീപട്ടം സ്വീകരിച്ച പള്ളിയൊക്കെ ഞായറാഴ്ച ദിവസം 5ഉം 6ഉം കുർബാനയൊക്കെ ഉള്ള പള്ളിയാണ് കേട്ടോ ഭരണങ്ങാനം പള്ളി. കാരണം ഒരുപാട് പേര് വരുന്നതല്ലേ, വരുന്നവർക്ക് കുർബാനയെല്ലാം കണ്ട് അൽഫോൻസാമയുടെ കബറിടമൊക്കെ കണ്ട് തിരിച്ചു പോകാം. കബറിടത്തിൻ്റെ അവിടെയും കുർബാനയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ 5 മണിയുടെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ 6 മണിക്ക് വേറെ കുർബാന തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിണ്ണയിലിറങ്ങിയിരിക്കുവാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഞായറാഴ്ച ആയതുകൊണ്ട് അറിയായിരിക്കും, എല്ലാവർക്കും ലീവാണ്. അപ്പോൾ എല്ലാവരും അൽഫോൻസാമയുടെ കബറിടമൊക്കെ സന്ദർശിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. വളരെ ദൂരെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. പൊന്നാച്ചി ഓൾറെഡി ഒരു കുർബാന കണ്ടതാണ് കേട്ടോ. ഞങ്ങളുടെ കൂടുതൽ കറങ്ങാൻ വേണ്ടിയാട്ടോ പൊന്നാച്ചി വീണ്ടും പോകുന്നത്. അവിടെ ചെരുപ്പൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ പേട്ടയ്ക്കാട്ടോ. പേട്ടയിൽ ചെന്ന് കഴിഞ്ഞ് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അവളുടെ ചെരുപ്പൊന്ന് ആദ്യം മാറണം. അവൾ ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ചെരുപ്പ് അവളില്ലാതെ ഞാൻ പോയി മേടിച്ചതാണ് കേട്ടോ. മേടിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പാകമൊക്കെയാണ്. പക്ഷേ കൊച്ചിൻ്റെ കാലൊരു ഇച്ചിരി മുറുക്കം പോലെ തോന്നി. അപ്പോൾ നമ്മളത് മാറാൻ വേണ്ടി പോകണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് എന്ന് പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം വഴി കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോകുന്ന റോഡാട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ ഒന്നും അവിടെ ഒരുപാട് വണ്ടികളോ ഒന്നും അങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലമല്ല. ഇടുക്കി രാജകുമാരി ഭാഗങ്ങളിലൊക്കെ കേട്ടോ. ഇപ്പോൾ ആയപ്പോൾ നല്ല റോഡൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒത്തിരി വണ്ടിയായിട്ടോ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഒത്തിരി വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടിയെല്ലാം ചീറിപ്പാഞ്ഞ് നമ്മുടെ നേരെ ശരിക്കും വരുന്നത്. നമ്മൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ട സ്ഥലമാണ്. കാരണം റോഡ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്മൂത്തനിങ് ആയിട്ട് പോകുന്ന റോഡാണ്. പെട്ടെന്ന് ഈ ഇടയ്ക്കോടേക്ക് നമ്മുടെ റൈഡർ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടയ്ക്കോടെ കയറി പോകുന്നത് കണ്ട് തന്നെ പേടിയാകും കേട്ടോ. പിന്നെ പേടിക്കുന്നത് നമ്മുടെ KSRTC ബസ് ആട്ടോ. KSRTC ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്ട് വലിയൊരു കാറ്റെടുത്തോടെ വരുന്ന പോലെ തോന്നും കേട്ടോ. അതുപോലെ സ്പീഡിൽ വന്ന് കടന്നു പോകും കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടായിയും പിള്ളേരൊക്കെ ആയിട്ട് പൊന്നാച്ചിക്ക് പിന്നെ കാറേ കയറി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ എന്താ പറയുക, തീറ്റ കണ്ടു കഴിഞ്ഞാൽ പന്നിക്ക് ചെവി വയ്ക്കാലെന്ന് പറഞ്ഞ പോലെ ദൈവമേ ഞാൻ ഓർത്തില്ല ഈ ഫുഡിൻ്റെ വീഡിയോ എടുക്കണം. ബാക്കി കേസൊന്നും ഞാൻ ഓർത്തില്ലേ. തീറ്റ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ തിന്നു കേട്ടോ. ഞങ്ങൾ ഷവർമയും ഗ്രേപ്പ് ജ്യൂസും ഓറഞ്ച് ജ്യൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അതിവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലാറിൻ്റെ തീരത്തുള്ളൊരു സംഭവം കേട്ടോ. എൻ്റെ ഡി കഫേ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമാണ്. ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. അടിപൊളിയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് അതിൻ്റെ വലിയ സത്യം കേട്ടോ. പിള്ളേർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ചിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഒരു ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടും എന്തൊക്കെയോ നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് തരുന്നേക്കൂട്ട് ഒരു സംഭവമായിരുന്നു കേട്ടോ അവിടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ രാത്രി റൈഡ് പോകുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും, ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഫാമോ ബർഗറോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.